അടിപൊളിയായിട്ടുള്ളൊരു കത്തിരിക്ക കറി റെഡിയാക്കിയാലോ? റെസിപ്പിയിലേക്ക് പോകാം. മീഡിയം സൈസുള്ള കത്തിരിക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തണ്ടോടുകൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആ നീളമുള്ള തണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി തണ്ട് അതേപോലെ വെച്ചിട്ട് ഇതേപോലെ 4ആയിട്ട് കീറിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ മുഴുവനായിട്ടാണ് നമ്മളിത് കറിയിലേക്ക് ഇടുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു 2 തക്കാളി, മീഡിയം സൈസുള്ള നല്ല പഴുത്ത 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് ഒരു 3 കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി അധികം എടുത്തോളൂ, കാരണം ഇതാണ് ടേസ്റ്റ് കൂടുതൽ കറിക്ക് കൊടുക്കുന്നത്. പിന്നെ മല്ലിയില, അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഇത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, പിന്നെ ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാനായിട്ട് പാടില്ല. കറക്റ്റ് റോസ്റ്റായി വരുമ്പോൾ ആ മല്ലിയുടെയും ഉലുവയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് റോസ്റ്റായെന്ന് മനസ്സിലാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു ചട്ടി വയ്ക്കുക. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കത്തിരിക്ക നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോസസ്സാണ്, ഈ കത്തിരിക്ക നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട, എന്നാൽ ആ പുറം വശമെല്ലാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഈ ഒരു കത്തിരിക്കയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കറിയിലിടുമ്പം ഉള്ളിലേക്കൊന്നും ഉപ്പ് കയറാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഉപ്പ് കത്തിരിക്കയ്ക്ക് ഉള്ളിലേക്ക് എത്തും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ കത്തിരിക്കയെല്ലാം ഫ്രൈ ആയി, കണ്ടോ? അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഈ ഒരു കളറിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമുക്ക് അരയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ എണ്ണയിൽ കിടന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, എന്നാൽ ഒരുപാടങ്ങ് ഡാർക്കായി പോകണ്ട, ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി, വറ്റൽമുളക്, അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എല്ലാം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം
ഇത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേരത്തെ മറ്റ് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ മാറ്റി നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ബാക്കിയുള്ള ഡ്രൈ റോസ്റ്റ് ചെയ്ത ഐറ്റംസ്, അതിൻ്റെ കൂടെ തന്നെ കല്ലുപ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എങ്കിലേ നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടത്തുള്ളൂ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഈ ഒരു പരുവത്തിന് അത്യാവശ്യം പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ചട്ടി തന്നെ അടുപ്പിൽ വെച്ചു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ എണ്ണയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഒന്നൊന്ന് മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ തിക്കായിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ഇനിയും ചേർക്കാം. അപ്പം ഞാൻ ആ ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർക്കുകയാണ്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളെല്ലാം തന്നെ അരച്ച് ചേർത്തത് കൊണ്ട് കറക്റ്റ് ഒരു നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഒക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ കുറച്ച് പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കുകയാണ്. കത്തിരിക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് കത്തിരിക്ക ഒരുപാടങ്ങ് വെന്തു പോകത്തുമില്ല. എന്നാൽ നമ്മളിനിയിപ്പോൾ ഇതൊരു അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുന്നത് കാരണം ഇതിൽ നന്നായിട്ട് മസാലയും കാര്യങ്ങളും ഒക്കെ പിടിക്കും. ഇതാ ഒരു 5 മിനിറ്റ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. അത്യാവശ്യം എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ, അത്യാവശ്യം കുറുകി തന്നെയാണ് കറി കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരം കൂടി വെച്ച് ആ ഒരു എണ്ണ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വെച്ച് ആ ഒരു എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്ന സ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് നമ്മൾ അധിക നേരം ഇനി ഇട്ട് തിളപ്പിക്കണമെന്നില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം മല്ലിയില ചേർത്തിട്ട് നമ്മൾ അധികം തിളപ്പിച്ച മല്ലിയിലയുടെ കയ്പ്പ് കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്നുള്ളൊരു അടിപൊളി കറിയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിന്നിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് പൂരിയുടെ കൂടെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.